ദേവദത്തൻ വീട്ടിലേക്ക് വന്ന് കുറച്ചു സമയത്തിന് ശേഷം ആഹാരത്തിന് മുമ്പിലിരുന്ന് രമാദേവി വിളമ്പിക്കൊടുത്ത ചോറിലേക്ക് കൈവച്ചതേയുള്ളൂ. അപ്പോഴാണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ഭർത്താവിന് കുടിക്കാൻ ഗ്ലാസ്സിലേക്ക് കരിങ്കാലി വെള്ളം പകർന്നെടുത്തുകൊണ്ടിരുന്ന രമാദേവിയെ നോക്കി ദേവൻ പറഞ്ഞു, വിജയകൃഷ്ണൻ വക്കീലാണെന്ന് തോന്നുന്നു. ഞാൻ ചോറിൽ കൈവച്ചു പോയല്ലോ, നീ ചെന്ന് വാതിൽ തുറന്നു കൊടുക്ക്. രമാദേവി ഗ്ലാസ്സിൽ വെള്ളം പകർന്ന് അയാൾക്ക് മുമ്പിൽ വച്ചു കൊടുത്ത ശേഷം ചെന്ന് വാതിൽ തുറന്നു. സിറ്റൗട്ടിൽ വെളിയിലേക്ക് നോക്കി പുറംതിരിഞ്ഞ് വിജയകൃഷ്ണൻ നിൽപ്പുണ്ടായിരുന്നു. വരൂ, ഇവിടെ തന്നെ നിൽക്കാതെ. ദേവേട്ടൻ വന്ന് അരമണിക്കൂർ നോക്കിയിരുന്ന ശേഷം ഇപ്പോൾ കഴിക്കാതിരുന്നതേയുള്ളൂ. രമാദേവി അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. അവൻ കഴിച്ചിട്ട് വരട്ടെ, ഞാനിവിടെ ഇരുന്നോളാം. വിജയകൃഷ്ണൻ സിറ്റൗട്ടിലുണ്ടായിരുന്ന ഒരു കസേരയിലേക്ക് ഇരുന്നു. ഇവിടെ ഇരിക്കാനോ? വക്കീൽ വെറുതെ ഉച്ചനേരത്ത് എന്നെ കൂട്ടുകാരൻ്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കല്ലേ. രണ്ടുപേർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വെച്ചാ ദേവേട്ടൻ ഇത്ര നേരം കാത്തിരുന്നത്. വക്കീലിനെ കാണാതായപ്പോൾ ജോലി തിരക്കിലായിരിക്കുമെന്ന് കരുതി കഴിക്കാനിരുന്നതാ. വക്കീൽ ഇവിടെ ഇരിക്കുകയാണെന്നറിഞ്ഞ ആഹാരം കഴിപ്പ് നിർത്തി ഇപ്പോൾ എണീറ്റ് വരും. രമാദേവി പറയുന്നത് കേട്ട് ഒറ്റ അക്ഷരം മറുപടി പറയാതെ വിജയകൃഷ്ണൻ എണീറ്റ് വീട്ടിനുള്ളിലേക്ക് ചെന്നു. ദേവദത്തൻ യൂണിഫോമിൽ തന്നെയായിരുന്നു. വിജയകൃഷ്ണൻ വരുന്നത് കണ്ട് തൻ്റെ തൊട്ടരികിലുണ്ടായിരുന്ന കസേര അയാൾക്കിരിക്കാനായി ദേവദത്തൻ പിന്നിലേക്ക് നീക്കിയിട്ടു. രമേ, ആഹാരം വിളമ്പ്, ദേവദത്തൻ പറഞ്ഞു. വിജയകൃഷ്ണൻ വേണ്ടെന്ന് പറയാൻ നിന്നില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. വിജയകൃഷ്ണന് മുൻപിൽ പ്ലേറ്റ് വെച്ച് അതിലേക്ക് രമാദേവി ചോറും കറികളും വിളമ്പി വെച്ചു. വിജയകൃഷ്ണൻ എണീറ്റ് പോയി കൈ കഴുകിയ ശേഷം വന്നിരുന്ന ആഹാരം കഴിച്ചു തുടങ്ങി. വിജയകൃഷ്ണൻ ഇഷ്ടപ്പെട്ട കുത്തരി ചോറായിരുന്നു അത്. ദേവനും ഭാര്യയും രമയുടെ തറവാട്ടിലേക്ക് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് കുത്തരി. ധാരാളം ഭൂസ്വത്തുകളൊക്കെയുള്ള ഒരു കർഷക കുടുംബമാണ് രമാദേവിയുടേത്. ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളുമൊക്കെ ആയമ്മ മകൾക്കായി അവിടെ നിന്നും കൊടുത്തുവിടും. പാലായിൽ സർക്കിൾ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന ദേവൻ സ്വന്തമായി വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റുമാനൂരിനടുത്ത് തവളക്കുഴി എന്ന സ്ഥലത്താണ്. 5ാം ക്ലാസ് മുതൽ 10 വരെയും പിന്നെ ഡിഗ്രി വരേക്കും ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു ദേവനും വിജയകൃഷ്ണനും. വിജയകൃഷ്ണൻ പട്ടാള ഉദ്യോഗസ്ഥനായ അച്ഛൻ്റെ കൂടെ ഡെറാഡൂണിലേക്ക് പോയാണ് ബാക്കി വിദ്യാഭ്യാസം തുടർന്നത്. അതിനുശേഷം 3 വർഷം മുമ്പാണ് വിജയകൃഷ്ണൻ ആത്മാർത്ഥ സ്നേഹിതനെ അന്വേഷിച്ച് കണ്ടെത്തുന്നത്. അന്ന് അയാൾ പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടറാണ്. 2 വർഷത്തിന് ശേഷം ദേവദത്തൻ സർക്കിൾ ഇൻസ്പെക്ടറായി ഉദ്യോഗക്കയറ്റം കിട്ടി കോട്ടയം ജില്ലയിലേക്ക് വന്നതോടെ സമയം കിട്ടുമ്പോഴൊക്കെ അവർ തമ്മിൽ കാണുക പതിവായി. വിജയകൃഷ്ണനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദേവനും, ദേവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിജയകൃഷ്ണനും അറിയാവുന്നതാണ്. തൻ്റെ മനസ്സറിയുന്ന കൂട്ടുകാരൻ എന്നാണ് വിജയകൃഷ്ണൻ അയാളെ വിശേഷിപ്പിക്കാറ്. വിജയകൃഷ്ണൻ കൂടി ആഹാരം കഴിച്ച് തീർന്നതിന് ശേഷം മാത്രമേ ദേവൻ കൈ കഴുകാനായി അവിടെ നിന്നും എണീറ്റുള്ളൂ. നീ എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? കേസിൻ്റെ കാര്യം വല്ലതുമാണോ? കൈകൾ വൃത്തിയാക്കുന്നതിനിടയിൽ ദേവൻ കൂട്ടുകാരനോട് ചോദിച്ചു. കേസിൻ്റെ കാര്യമൊന്നുമല്ല, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വിജയകൃഷ്ണൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ തന്നെ സംഗതി അല്പം സീരിയസ് ആണെന്ന് ആ പോലീസുകാരന് മനസ്സിലായി. അവർ വന്ന് സ്വീകരണ മുറിയിൽ ഇരുന്ന ശേഷം ദേവദത്തൻ TV ഓൺ ചെയ്തിട്ട് വോളിയം കുറച്ചു വച്ചു. TV സ്ക്രീനിലെ ഹാസ്യരംഗത്തിലാണ് വിജയകൃഷ്ണൻ്റെ കണ്ണുകളെങ്കിലും അയാളുടെ മനസ്സ് ഇവിടെയെങ്ങും അല്ലെന്ന് ദേവദത്തിന് തോന്നി. കൊല്ലത്ത് രാമൻകുളങ്ങര എന്ന സ്ഥലത്തു നിന്നും 2 പേർ തന്നെ കാണാനെത്തിയ അന്ന് തുടങ്ങിയതാണ് തൻ്റെ തലവേദനയെന്ന് വിജയകൃഷ്ണൻ അയാളോട് പറഞ്ഞു. രാമൻകുളങ്ങര. ദേവദത്തൻ ആ പേര് ഒരു തവണ കൂടി ഉരുവിട്ട ശേഷം വിജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ നെറ്റിയിൽ 2-3 വരകൾ വീണ് കഴിഞ്ഞിരുന്നു. അവിടെ ഏതോ ഒരു മാഷ്ട വീട്ടിലല്ലേ അവളുള്ളത്, നവമി? ദേവദത്തൻ എന്തോ ഓർത്തെടുക്കും പോലെ പറഞ്ഞു. അവൾ വന്നു കഴിഞ്ഞു. വിജയകൃഷ്ണൻ പിറുപിറുത്തു. വന്നോ? എവിടെ? അവിശ്വസനീയമായ എന്തോ കേട്ടതുപോലെ ദേവദത്തൻ്റെ കണ്ണുകൾ വലുതായി. അവൾ എൻ്റെ വീട്ടിലുണ്ട്. നിന്റെ വീട്ടിലോ? ഭ്രാന്ത് പറയല്ലേ വിജയ, അവളെങ്ങനെ നിന്റെ വീട്ടിലെത്തി? ഞാൻ പറഞ്ഞില്ലേ രാമൻകുളങ്ങരയിൽ നിന്നും എന്നെ കാണാൻ വന്ന 2 പേരെ പറ്റി. അവളെ നമ്മൾ വളർത്താൻ ഏൽപ്പിച്ചയാൾ മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും നവമിയുടെ തുടർന്നുള്ള സംരക്ഷണം ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന കാര്യം എന്നെ അറിയിക്കാനാണ് അവർ വന്നത്. ആരെന്നോ എന്തെന്നോ അറിയാത്ത അവളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ നിന്റെ ഭാര്യയും മക്കളും ഒരു എതിർപ്പും കൂടാതെ സമ്മതിച്ചോ? അവൾ എൻ്റെ മകളാണെന്ന് എനിക്കവരെ അറിയിക്കേണ്ടി വന്നു. അനുമോൾ ഒഴികെ ആ വീട്ടിൽ മറ്റാരും അവളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതിരിക്കട്ടെ, ഇക്കാര്യത്തിൽ ഞാനെന്ത് ഹെൽപ്പാണ് നിനക്ക് ചെയ്തു തരേണ്ടത്? എന്ത് സഹായം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് ധൈര്യമായി നിനക്ക് എന്നോട് ചോദിക്കാം. അവളെ ചിലപ്പോൾ എനിക്ക് ആ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ വന്നാൽ എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്തു തരണം. പാലായിലോ പരിസരത്തോ അവൾക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരേണ്ടി വരും നീ. ധൃതി വേണ്ട, പതിയെ മതി.
വീട്ടിലുള്ളവർ അവൾക്ക് നേരെ നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ മഞ്ഞുരുകി മാറിയാൽ നമ്മൾക്ക് അവളെ അവിടെ നിന്നും മാറ്റേണ്ടി വരില്ല. സുമംഗല എന്തു പറയുന്നു? നവമിയെ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് തന്നെയാണോ? അവൾക്ക് അടിച്ചു പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. ഏത് നിമിഷമാ പുകഞ്ഞു കത്തുന്ന ഒരഗ്നിപർവ്വതം പോലെ അവൾ പൊട്ടിത്തെറിക്കുന്നതെന്ന് പറയാൻ വയ്യ. അതിനു മുമ്പേ നവമിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? ദേവദത്തൻ മെല്ലെ തലയിളക്കി. അതുതന്നെയാണ് വേണ്ടതെന്ന് അയാൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നില്ല. 1 മണിക്കൂർ കൂടി അവിടെ സ്നേഹദിനവുമായി സംസാരിച്ചിരുന്നതിന് ശേഷമാണ് വിജയകൃഷ്ണൻ മടങ്ങിപ്പോകുന്നത്. പ്രവീണ വന്ന് നവമിയുടെ റൂമിൻ്റെ വാതിൽ തുറന്നു നോക്കിയ ശേഷം അവിടെ അനുറാണിയില്ലെന്ന് കണ്ടപ്പോൾ നവമിയോട് അനു എവിടെയെന്ന് അന്വേഷിച്ചു. കുളിക്കാൻ പോയതാ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ഇഷ്ടപ്പെടാത്ത മട്ടിൽ നവമിയെ അടിമുടിയൊന്ന് നോക്കിയ ശേഷം പ്രവീണ പുറത്തുനിന്ന് വാതിൽ ചാരി. വീണ്ടും എന്തോ ഓർത്തിട്ടെന്ന മട്ടിൽ പ്രവീണ വാതിൽ തുറന്ന ശേഷം നവമിയോട് പറഞ്ഞു, നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ട്, താഴേക്ക് ചെല്ല്. ആ മൊബൈൽ കൂടി കയ്യിലെടുത്തോണേ. അവൾ വാതിലടച്ച ശേഷം ധൃതിയിൽ താഴേക്ക് വന്ന് സുമംഗലയോട് വിവരം പറഞ്ഞു. മൊബൈൽ എടുത്തോളാൻ പറഞ്ഞപ്പോൾ അവൾക്ക് സംശയമൊന്നും തോന്നിയില്ലേ മോളെ? സുമംഗല തിരക്കി. ആര് നോക്കുന്നു അവളുടെ മുഖത്തേക്ക്? പുലിനെ മുൻപിൽ കാണുമ്പോൾ എനിക്ക് അവളുടെ ചെകിടടിച്ച് പൊട്ടിക്കാൻ കൈതരിക്കും. അത്രയ്ക്കിഷ്ടമായ എനിക്ക് ആ പന്നിയുടെ മോളെ. അവർ സംസാരിച്ചു നിൽക്കെ വാതിലിന് വെളിയിൽ കാൽപ്പെരുമാറ്റം കേട്ടു. അമ്മേ, അവളാണെന്ന് തോന്നുന്നു. അനു കുളിച്ചിറങ്ങും മുമ്പേ അവളെ തിരിച്ചു വിട്ടേക്കണം. പ്രവീണ ചെന്ന് വാതിൽ തുറന്ന ശേഷം വെളിയിൽ നിൽക്കുന്ന നവമിയുടെ കയ്യിലേക്ക് നോക്കി. അവളുടെ കയ്യിൽ പുതുപുത്തൻ മൊബൈൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ പ്രവീണയുടെ കണ്ണിൽ ഒരു തിളക്കമുണ്ടായി. കയറി വാടി, അമ്മ ഇവിടെ ഉണ്ട്. ഒട്ടും മയമില്ലാത്ത സ്വരത്തിലാണ് പ്രവീണയുടെ സംസാരം. റൂമിൻ്റെ ഒരു മൂലയിലേക്ക് പേടിച്ചിരണ്ട മാൻപേടെ പോലെ ഒതുങ്ങി നിൽക്കുന്ന ആ പെൺകുട്ടിയെ സുമംഗല പുച്ഛത്തോടെ നോക്കി. നിന്റെ ഫോൺ വിളിയൊക്കെ തീർന്നോടി? ഏത് നേരവും ഇതെടുത്ത് നിന്റെ ചെവിയിൽ കെട്ടിവെച്ചും കൊണ്ടല്ലേ നിന്റെ നടപ്പ്? അതുകൊണ്ട് ചോദിച്ചതാ. ഞാനിതുവരെ ആരോടും ഈ ഫോണിൽ നിന്ന് സംസാരിച്ചിട്ടില്ല അമ്മേ. ഒരൊറ്റ തവണ ഈ ഫോണിൽ നിന്നും അനുമോൾ വിളിച്ചത് അച്ഛനെ മാത്രമാണ്, നവമി വിനയത്തോടെ പറഞ്ഞു. പിന്നെ എന്തിനാടി നീ ഇതെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അതിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കടി. അതിനും ഒരിത്തിരി ആശ്വാസം കിട്ടട്ടെ. നിനക്ക് ഈ ഫോണിൽ നിന്ന് ആരെയും വിളിക്കാനില്ലെങ്കിൽ നീ എന്തിനാ ഇത് കൈ വച്ചേക്കുന്നത്? ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുക്കാൻ മേലെ നിനക്ക്? അച്ഛൻ വാങ്ങിച്ചു തന്നല്ലേ അമ്മേ എനിക്കിത്. അതിന് അച്ഛനല്ലേ ആര് വാങ്ങിച്ചു തന്നാലും ആവശ്യക്കാർക്കല്ലേടി ഇത് ഉപകരിക്കേണ്ടത്. നീ വീട്ടിലിതും കെട്ടിപ്പിടിച്ച് വെറുതെ ഇരിപ്പല്ലേ? നിനക്കെന്തിനാ ഇത്ര വില കൂടിയ ഫോൺ? അച്ഛനാ അമ്മയെ സമ്മതിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞത് എനിക്കൊരു ചെറിയ ഫോൺ മതിയെന്നാ. അച്ഛൻ പക്ഷെ വാങ്ങിത്തന്നത് ഇതും. ഇങ്ങ് തന്നേടി, ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ പഠിക്കുന്ന പിള്ളേരുള്ള വീടല്ലേ, അവർക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അവരെടുത്തോട്ടെ. എന്താ? സുമംഗല നീട്ടിയ കയ്യിലേക്ക് നവമി ഫോൺ വെച്ചു കൊടുത്തു. ഫോണൊന്ന് തിരിച്ചും മറിച്ചും നോക്കിയ ശേഷം സുമംഗല അത് പ്രവീണയ്ക്ക് കൈമാറി. നിനക്ക് പഠിക്കാൻ ഇത് മതിയാവുമെന്ന് നോക്കുമ്പോളെ. അവൾ പറഞ്ഞത് കേട്ടില്ലേ, അവൾക്ക് ഈ ഫോൺ വേണ്ടെന്ന്. അവളോട് ചോദിക്കാതെ വിജയേട്ടൻ പോയി ഇത്രയും വില കൂടിയ ഫോൺ കൊണ്ട് വന്നതുകൊണ്ടല്ലേ അവൾക്ക് ഈ ഫോൺ വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇതാണോ വില കൂടിയ ഫോൺ? അപ്പോൾ 2-2.5 ലക്ഷത്തിൻ്റെയൊക്കെ ഫോൺ കണ്ടാൽ അമ്മ എന്ത് പറയും? പ്രവീണ പറഞ്ഞു. സുമംഗല തൻ്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ ഫോൺ എടുത്ത് പ്രവീണയുടെ കയ്യിൽ കൊടുത്തു. അതിനുള്ളിലെ സിം കാർഡും മെമ്മറി കാർഡും എല്ലാം അഴിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുത്തേരാ മോളെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ആ പേരുദോഷം വന്നിരിക്കും. ഇവളുടെ സിം കാർഡ് തട്ടിയെടുത്തുന്ന പേരുദോഷം. പ്രവീണ സിം കാർഡ് മാറ്റിയ ശേഷം ചെറിയ മൊബൈൽ നവമിക്ക് കൈമാറി. ദാ നീ ആവശ്യപ്പെട്ടതുപോലുള്ള ഫോൺ. പിന്നെ ഒരു കാര്യം, നിനക്ക് ആരെ വിളിക്കണമെങ്കിലും കയ്യിൽ ഫോണുണ്ടല്ലോ, അതെടുത്ത് വിളിച്ചോളണം. അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഓടിച്ചെന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചും കൊണ്ട് പറഞ്ഞോണം, നിന്റെ ഫോൺ അമ്മ വാങ്ങിച്ച് എനിക്ക് തന്നെന്ന്. കേട്ടോടി? അച്ഛനോടങ്ങനെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നീ ഇവിടെ തുടർന്ന് ജീവിക്കില്ലേ മോളെ? പ്രവീണയാ പറയുന്നത്, കേട്ടല്ലോ? ഞാനൊന്നും അച്ഛനോട് പറയാൻ നിൽക്കില്ല, എനിക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നവമി തൻ്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മതി നിന്ന് സഹതാപം കാണിച്ചത്. വയ്ക്കോ നിന്റെ റൂമിലേക്ക്. പ്രവീണ പുറത്തേക്ക് വിരൽ ചൂണ്ടിയതോടെ നവമി അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു.